അതെ, നമ്മൾ നാട്ടിലായിരുന്ന സമയത്തെ ഞാനിങ്ങനെ മഷ്റൂം ഒരുപാട് തവണ കൂട്ടിയതായിട്ടൊന്നും അങ്ങനെ ഓർമ്മയിലില്ല. 1 2 തവണ മാക്സിമം. അതും ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്ത് മഞ്ഞളൊക്കെ ചേർത്ത് അങ്ങനെ ഒരു രീതി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അല്ലാതെ മസാല കറി അങ്ങനെയൊക്കെ കഴിക്കുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയപ്പോഴാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ ടൈമിൽ അവരൊരു മസാല കറി പ്രിപ്പറേഷൻ ഞാൻ കണ്ടായിരുന്നു. പൊട്ടറ്റോയും അവർ അതുപോലെ തന്നെ മഷ്റൂം അതിൻ്റെ കൂടെ പാവയ്ക്ക അവരുടെ കരയിലാട്ടോ കുറച്ച് കരിമ്പച്ച കളറുള്ള ചെറിയ പാവയ്ക്ക അതുകൂടെ ചേർത്ത് ഇങ്ങനെ ഒരു ഫ്രൈ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ റെസിപ്പിയൊക്കെ ചോദിച്ചു. അതിൽ നിന്നൊരു ചെറിയ ലേശം വ്യത്യാസത്തിലാണ് ഇത് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അവരതിൽ ജീരകമൊക്കെ ചേർക്കും, ഞാൻ ജീരകം ചേർത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അതായിരുന്നു നമ്മളുടെ ഇന്നത്തെ കറി. അപ്പോൾ അതിലേക്ക് മസാലയിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് മഞ്ഞൾ, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി. ഞാൻ ഗരം മസാല ചേർത്തിട്ടില്ല. അപ്പോൾ ആദ്യം ഞാൻ പൊട്ടറ്റോ വേവാൻ വെച്ചു. പൊട്ടറ്റോ ഒരു ഹാഫ് കുക്ക്ഡ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ മഷ്റൂം സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ടൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചു. അതിനുശേഷം തുറന്ന് വെച്ച് വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ടൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുത്തു. ചോറിൻ്റെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ലതാണ് കേട്ടോ.